ഹായ് ഹലോ നമസ്കാരം ആൻഡ് വെൽക്കം ടു രാജേഷ് ഷിപ്പേഴ്സ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. സൂര്യ ടി വിയിൽ പ്രേമപൂജ എന്ന സീരിയൽ എല്ലാ ദിവസവും 9:30 നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ലൂയിസ് അച്ചായൻ എന്ന ക്യാരക്ടർ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. വലിയൊരു സന്തോഷമുള്ള കാര്യം, പ്രേമപൂജ 100 എപ്പിസോഡ് തികയാണ്, കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇതുവരെ എത്തിയത്. ലൂയിസ് അച്ചായനെ സ്നേഹിച്ചതിനും അതിലെ ആദിന്റെയും പൂജയുടെയും ലവ് സ്റ്റോറി ഇഷ്ടപ്പെട്ടതിലും ലൂയിസ് അച്ചായനും നമ്പിടിയായ വില്ലൻസിനെയും ശരവണനായ വില്ലനെയും ഒക്കെ ഇഷ്ടപ്പെട്ടതിനും വലിയ സന്തോഷം. ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് 100 തികയുമ്പോൾ പ്രേമപൂജയത്തെ കുറേ ലൊക്കേഷൻ കാഴ്ചകളാണ്. ഇപ്രാവശ്യം ലൊക്കേഷനിൽ സ്പെഷ്യൽ എന്താ പറയുക, കൂടുതൽ ഞാൻ ഔട്ട്ഡോർ ആണ് കവർ ചെയ്തിരിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ വീടുകളും ഇൻഡോർ ആണ് കൂടുതൽ കാണാറുള്ളത് ടെലിവിഷനിൽ. പക്ഷേ പ്രേമപൂജ എന്ന സീരിയലിൽ ധാരാളം ഔട്ട്ഡോർ സീക്വൻസസ് ഉണ്ട്. അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണത്. അപ്പോൾ ഈ ഔട്ട്ഡോർ സീക്വൻസസ് പറ്റാവുന്നതും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തുടക്കത്തിൽ ഒരു അടിസീനൊക്കെ ഇട്ട് അത് ഇൻഡോർ ആണ്, പിന്നീട് ബാക്കിയെല്ലാം ഔട്ട്ഡോർ ആണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ കുറച്ച് കൗതുകകരമായ ക്യാരക്ടേഴ്സ് നമ്മൾ ലൊക്കേഷനിലേക്ക് എത്തുകയും ചെയ്തു. നമ്മളെ ലൊക്കേഷൻ കാണാൻ വേണ്ടി 3 പിള്ളേർ മലപ്പുറത്ത് നിന്ന് അവരൊരു ഓട്ടോറിക്ഷയിൽ ഇന്ത്യ മുഴുവൻ മാത്രമല്ല ഇന്ത്യക്ക് പുറത്ത് ഭൂട്ടാൻ വരെയൊക്കെ ട്രാവൽ ചെയ്യാനുള്ള പ്ലാനിലാണ്. അവർ ട്രാവലിംഗ് തുടങ്ങി മലപ്പുറത്ത് നിന്ന് ട്രിവാൻഡ്രം എത്തിയപ്പോൾ ഒരു ചിത്രാഞ്ജലി വന്ന് നമ്മൾ ലൊക്കേഷനിലെത്തി. അവരുമുണ്ട് ഈ എപ്പിസോഡിൽ. സോ നേരെ എപ്പിസോഡിലേക്ക് പോവാം. പ്രേമപൂജയിലെ ലൊക്കേഷൻ വിശേഷങ്ങളും പിന്നെ ഈ 3 പിള്ളേരുടെ വിശേഷങ്ങളും. Orla bana. Oh. Take again. One more. Action. Yeah. ഈ ഔട്ട്ഡോർ നടക്കുന്നത് ചിത്രാഞ്ജലി വെച്ചിട്ടാണ്. ഇവിടെ ലാൻഡ്സ്കേപ്പ് ഏരിയ എന്ന് പറയും. ചിത്രാഞ്ജലിയിൽ വന്നവർക്ക് അറിയാം, ഒരുപാട് സിനിമകളിൽ ഒരുപാട് വർഷങ്ങൾ മുമ്പ് നമ്മൾ കണ്ട സിനിമ പൂച്ചക്കുരി മുഖ്യത്തിൽ മുതൽ ഇപ്പോൾ ലേറ്റസ്റ്റ് വരെ പല സിനിമകളും സീരിയലുകളിലും വന്നിട്ടുള്ള ഒരു ലൊക്കേഷനാണിത്. ഇതേ ഈ മരമൊക്കെ കാണുമ്പോൾ പ്രത്യേകിച്ച് പലർക്കും ഓർമ്മയുണ്ടാവും. നേരെ ബാക്കിൽ കടലും, അവിടെ കുറച്ച് ദൂരത്തേക്ക് നോക്കിയാൽ അവിടെ എയർപോർട്ടും കാണാം. നമുക്ക് അവിടെ പോയി നിന്നാൽ നല്ലൊരു വ്യൂ പോയിൻ്റാണ്. ഇവിടെ പല സോങ് സീക്വൻസസും ആഡ് ഫിലിംസും അതുപോലെ തന്നെ സീരിയൽസും ഫിലിംസും എല്ലാം ഷൂട്ട് ചെയ്യുന്ന ഒരു ഓപ്പൺ എയർ ഏരിയ. അപ്പോൾ ഏതായാലും ഷൂട്ട് പ്രേമപൂജയുടെ നടക്കുകയാണ്. പക്ഷെ ഇവിടെ 3 ചെറുപ്പക്കാർ എത്തിയിരിക്കുക. പാലക്കാടിൻ്റെ അടുത്തുനിന്നാണ്. ഞാൻ പാലക്കാട്ടുകാരനാണ്. ഇവർ മലപ്പുറം. ഇവര് മലപ്പുറത്ത് കാശ്മീർ വരെ അല്ലേ? നേപ്പാൾ ഭൂട്ടാൻ. അയ്യോ, ഞാൻ ഇത്തിരി എടുത്തേക്ക് തന്നെ പറഞ്ഞു. ഇവര് അതും കിടന്ന് അങ്ങോട്ട് സ്റ്റേറ്റും പിന്നെ നേപ്പാൾ ഭൂട്ടാൻ. അപ്പോൾ പേരുകൾ പറഞ്ഞോളൂ. ഇൻട്രൊഡ്യൂസ്. സൽമാൻ. എൻ്റെ പേര് ജവാദ്. ഇബ്രാഹിം. അപ്പോൾ സൽമാൻ, ജവാദ്, ഇബ്രാഹിമും ഒരു വലിയൊരു എന്താ പറയുക അഡ്വഞ്ചറിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അവർ ട്രിവാൻഡ്രം എത്തിയപ്പോൾ ചിത്രാഞ്ജലിക്ക് വന്നു. ചിത്രാഞ്ജലി സ്റ്റുഡിയോ വന്നപ്പോൾ ഇവിടെ ഷൂട്ട് നടക്കുന്നു. ഇതാ ദേവേന്ദ്രനാഥ് ബാക്കിലുണ്ട്. അപ്പോൾ ഇവർ ഞങ്ങളോട് വന്ന് സംസാരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കാണ് കൂടുതൽ കൗതുകം തോന്നിയത് ഇവരുടെ ഈ ഒരു സ്പെഷ്യൽ എഫേർട്ട് കണ്ടിട്ട്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. സേഫായിട്ട് പോയിട്ട് വരിക, എൻജോയ് ചെയ്തിട്ട് പോയിട്ട് വരിക, അടിപൊളി ആവട്ടെ. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും വക ഓൾ ദി വെരി ബെസ്റ്റ്. ഇതാണ് ഈ 3 ചെറുപ്പക്കാർ ട്രാവൽ ചെയ്യാൻ പോണ വണ്ടി. ഫുൾ സോളാർ പവേർഡാണ്. അവർ പറഞ്ഞത് CCTV, അതിൽ പലതരം ഫാനുകൾ. ഇതാ നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ.
ഫാനുണ്ട്, ഇവിടെയും ഫാനുണ്ട്, പുഷ് ബാക്ക് സീറ്റ് ഉണ്ട്. ഒരു 1.5 ഓട്ടമാണ് കേട്ടോ. ഒരു ഡിക്കാത്തലോണിൻ്റെ ടെൻ്റാണ് യൂസ് ചെയ്യുന്നത് പലതിനും. അത് താമസിക്കാനൊക്കെ, പലതിനും അല്ല, താമസിക്കാനൊക്കെ. അതെ, ഈ ഓട്ടോ ആണ് സലാ സൽമാൻ KL10. അത് തന്നെയാണ് അവിടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലും. മുകളിൽ സോളാർ പവർ ഉണ്ട്, ഫാനൊക്കെ ഓടാനും രാത്രിയൊക്കെ ആ പവറിലാണ് ഓടുന്നത്. ബാക്കി സമയത്ത് ബാറ്ററിയിലാവാം. അപ്പോൾ എനിവേ, ശരിക്കുള്ളൊരു അഡ്വഞ്ചറിന് ഇവർ ഇറങ്ങിയിരിക്കുകയാണ്. ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ ഈ കൊച്ചു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പ്രേമപൂജ 100 കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇനി 1000 വരെ പോകണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ ആ 3 പിള്ളേർക്ക് ഓൾ ദി വെരി ബെസ്റ്റ്. അവരെയൊക്കെ നിങ്ങൾ കണ്ടുവല്ലോ, അവരുടെ ഓട്ടോറിക്ഷ നിങ്ങൾ കണ്ടു. വലിയൊരു സാഹസമാണ് അവർ നടത്തുന്നത്. ഇതുപോലുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇന്നത്തെ നമ്മൾ പേപ്പറിൽ വായിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വായിക്കാറുള്ളത് പിള്ളേരെ എൻജോയ്മെന്റ് അല്ലെങ്കിൽ സന്തോഷം എന്ന രീതിയിൽ ഡ്രഗ്സ് എടുത്തിട്ടും അല്ലെങ്കിൽ ആൽക്കഹോൾ എടുത്തിട്ടും ഒക്കെ പ്രശ്നത്തിൽ പെടുന്നതാണ്. പക്ഷെ അതിന് പകരം കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട്, കുറച്ചും കൂടി പോസിറ്റീവായിട്ട്, കുറച്ചും കൂടി അഡ്വഞ്ചറസ് ആയിട്ട് ലോകമെമ്പാടും കാണുക, അല്ലെങ്കിൽ ലോകം ട്രാവൽ ചെയ്യുക, വെറും ചെറിയ ചെലവിൽ ലോകത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക എന്നുള്ള ഒരു ദൗത്യത്തോടെ പോകുന്ന ആ 3 ചെറുപ്പക്കാർക്ക് ഓൾ ദി വെരി ബെസ്റ്റ്. കൂടുതൽ വിശേഷങ്ങൾ, കൂടുതൽ സന്തോഷങ്ങൾ, കൂടുതൽ ഇൻഫോർടൈൻമെന്റ്, കൂടുതൽ എന്റർടൈൻമെന്റ് ആയിട്ട് രാജേഷ് ഷെപ്പേർസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ നിങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ. എപ്പോഴും പറയാറുള്ളത് പോലെ ഡോണ്ട് ഫർഗെറ്റ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ലവ് യു ഓൾ.